ശബരിമലയിൽ നിന്നും ശബരിമല വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത് അഖിൽ TS ആണ്. അഖിലേ, ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. ഗുഡ് മോർണിംഗ് നിമിഷ. സ്വാമി ശരണം. എങ്ങനെ പോകുന്നു ശബരിമലയിലെ ദർശന സൗകര്യങ്ങളൊക്കെ? ഇന്നലെയും മെനിഞ്ഞാന്നും അവധി ദിവസങ്ങളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ ആളുകളുടെയൊക്കെ ഒരു ആൾത്തിരക്കൊക്കെ? എങ്ങനെയായിരുന്നു ക്രമീകരണങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു ശബരിമല മണ്ഡലകാല ദർശന സൗകര്യങ്ങളൊക്കെ? നിമിഷ, ഇന്നലെയും ശനിയാഴ്ചയും ഞായറാഴ്ച അവധി ദിനങ്ങളായിരുന്നിട്ട് പോലും താരതമ്യേന തിരക്ക് കുറഞ്ഞ 2 ദിവസങ്ങളായിരുന്നു. ശനിയും ഞായറും, വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ 1 ലക്ഷത്തിനടുത്ത ആളുകൾ തീർത്ഥാടകർ ശബരിമലയിലേക്ക് ദർശനത്തിനെത്തി. എന്നാൽ ശനിയാഴ്ച എത്തിയത് 70,000-ഓളം ആളുകളും ഞായറാഴ്ച എത്തിയത് 60,000-ഓളം ആളുകളും. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു തിരക്ക് നിലവിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ സ്ഥിതി മറിച്ചാണ്. ഇന്ന് രാവിലെ മുതൽ തീർത്ഥാടകരുടെ നല്ല രീതിയിലുള്ള പ്രവാഹം തന്നെ ശബരിമലയിലേക്കുണ്ട്. എത്ര തന്നെ ആളുകൾ എത്തിയാലും എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും സുഖകരമായ ദർശനം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും നിലവിൽ ശബരിമല സന്നിധാനത്ത് സജ്ജമാണ്. ദേവസ്വം ബോർഡും പോലീസും സർക്കാരും ചേർന്ന് അതിനുള്ള എല്ലാ കാര്യങ്ങളും നിലവിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. 18-ാം പടി കയറി യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ആളുകൾ ഓരോരുത്തരായി വരുന്നു. അതുവഴി അവർ മേൽപ്പാലത്തിലേക്ക് കടന്ന് സോപാനത്തിലേക്ക് എത്തി ഭംഗിയായി ദർശനം പൂർത്തീകരിക്കുന്നു. ഇത്തരത്തിൽ ഒരു വിധത്തിലുള്ള പരാതികൾക്കും ഇടവരുത്താതെ സുഗമമായി വന്നെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ദർശനം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, നിലയ്ക്കൽ, പമ്പ തുടങ്ങി ഒരിടത്തു പോലും ആളുകളെ നിയന്ത്രിക്കുന്നില്ല. അത്തരത്തിൽ വന്നെത്തുന്ന എല്ലാ തീർത്ഥാടകരെയും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സന്നിധാനത്തെത്തിച്ച് സുഖകരമായ ദർശനം ഉറപ്പാക്കി അവരെ മലയിറക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ശബരിമലയിൽ സജ്ജമാണ്. സന്നിധാനത്തെ തിരക്ക് കുറയുന്നതനുസരിച്ച് നിലവിൽ സ്പോട്ട് ബുക്കിംഗ് സ്ലോട്ടുകളുടെ എണ്ണം 5000-ആണ്. എന്നാൽ തിരക്ക് കുറയുന്നതനുസരിച്ച് ആ സ്പോട്ട് ബുക്കിംഗ് സ്ലോട്ടുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തി വന്നെത്തുന്ന എല്ലാ ആളുകൾക്കും ശബരിമലയിലെത്തി അയ്യപ്പനെ ദർശിച്ച് സുഖകരമായി സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് മടങ്ങുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെ കാര്യക്ഷമമായി, വളരെ മുന്നൊരുക്കങ്ങളോടുകൂടി, വളരെ സജ്ജീകരണങ്ങളോടുകൂടി വളരെ മികച്ചൊരു മണ്ഡല മകരവിളക്ക് മഹോത്സവമാണ് ഇപ്പോൾ നിലവിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിലവിൽ 15-ാമത്തെ ദിവസമാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം ആരംഭിച്ചിട്ട്. ഈ 15-ാമത്തെ ദിവസം പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹം തന്നെ ശബരിമലയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 13 ലക്ഷം ആളുകൾ ശബരിമലയിലെത്തി സുഖദർശനം നേടി ശബരിമലയിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ സുഖകരമായ, സമാധാനപരമായ, പരാതിരഹിതമായ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവമാണ് നിലവിൽ ശബരിമല സന്നിധാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിനിഷ. ഓക്കെ, ഗംഭീരമാകട്ടെ കാര്യങ്ങൾ. സ്വാമി ശരണം അഖിൽ TS. ഏതായാലും ശബരിമലയിലെ വിശേഷങ്ങളാണ് അഖിൽ TS പങ്കുവച്ചത്.